നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാവർട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവർട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പൂച്ചക്കുന്ന് സ്വദേശി സന്ദീപ്. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് കൌൺസിൽ യോഗം അനുമതി നൽകി. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഹെലിപാഡിന് കൌൺസിൽ അനുമതി നൽകിയത്. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. എനിക്ക് അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെയും മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണവും സംബന്ധിച്ച് ഭൂവുടമകളുമായി ചർച്ച നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ സെക്രട്ടറിയെ ഘരാവോ ചെയ്ത് ഭരണപക്ഷ അംഗങ്ങൾ. വിവിധ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. കുട്ടികൾ നടത്തിയ നെൽകൃഷിക്ക് 100 മേനി വിളവ്. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കുട്ടികളുടെ അധ്വാനത്തിൽ വിളയിച്ചെടുത്ത അരി ഉപയോഗിച്ച് വിദ്യാലയത്തിൽ സുഭിക്ഷമായ സദ്യയൊരുക്കാനുള്ള ഒരുക്കത്തിൽ സ്കൂൾ അധികൃതർ. വാർത്തകൾ വിശദമായി. ചൂണ്ടൽ പഞ്ചായത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ സെക്രട്ടറിയെ ഘരാവോ ചെയ്തു. വിവിധ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ അപൂർവമായ പ്രതിഷേധം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഗ്രാമീണ റോഡുകൾ, അങ്കണവാടികൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് മെറ്റീരിയൽ ടെൻഡർ അംഗീകരിച്ചിട്ടും മുൻഗണനാ റോഡുകളുടെയും അങ്കണവാടികളുടെയും പട്ടിക അട്ടിമറിക്കാൻ സെക്രട്ടറി നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഭരണപക്ഷം സെക്രട്ടറിയെ തടഞ്ഞുവച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകിയ പട്ടിക പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും നോക്കുകുത്തിയാക്കിയും ഇവരെ വില കൽപ്പിക്കാതെയും തന്നിഷ്ടപ്രകാരം അട്ടിമറിക്കാനാണ് സെക്രട്ടറി ധിക്കാരപൂർവ്വം ശ്രമിക്കുന്നതെന്ന് ഭരണപക്ഷം പറഞ്ഞു. പഞ്ചായത്തിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷാംഗങ്ങൾ സെക്രട്ടറിയെ ഘരാവോ ചെയ്തു. 2025-26 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നതിലും പഞ്ചായത്ത് സേവനങ്ങൾ യഥാസമയങ്ങൾ ലഭിക്കാതെയും ക്ഷേമ പെൻഷൻ തടഞ്ഞുവെച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സെക്രട്ടറി തുടർന്നു വരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തൊഴിലുറപ്പ് NRGയുമായി ബന്ധപ്പെട്ട് ടെൻഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ 5 റോഡുകളും അതുപോലെ 2 അംഗനവാടിയും പിന്നെ കമ്പോസ്റ്റ് ബിറ്റും സോക്കേജ് ബിറ്റുമാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു കൊടുത്ത ആ പദ്ധതിയുടെ താഴെ എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ അതിൽ 3 റോഡുകളും ഒരു അംഗനവാടി മാത്രമാണ് അതിൽ വന്നത്. 15-ാം വാർഡിലുള്ള അംഗനവാടി അതിൽ വരാത്തതിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വൈകുമെന്ന് തീരുമാനിച്ചത്. ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ സെക്രട്ടറിക്ക് നേരെ ഘരാവോ ചെയ്യാൻ തീരുമാനിച്ചത്. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും ഭരണപക്ഷാംഗങ്ങളുമായും സെക്രട്ടറിയുമായും ചർച്ച നടത്തുകയും ചെയ്തു. തുടർന്ന് റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാനും സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും സെക്രട്ടറി ഉറപ്പു നൽകിയതോടെ ഭരണപക്ഷാംഗങ്ങൾ ഘരാവോ അവസാനിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, ജുലറ്റ് വിനു, അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, അഞ്ജു പ്രേമദാസ്, TP പ്രജീഷ്, സ്മിത ഷാജി, PS സന്ദീപ്, NS ജിഷ്ണു എന്നിവർ ഘരാവോ സമരത്തിന് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി ചെറുകുന്നിലെ മണ്ണെടുപ്പിന് നിയമവിരുദ്ധമായി അനുവാദം നൽകിയ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിശദമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തുവാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. 2011 ചൂണ്ടൽ പഞ്ചായത്തിൽ കളിമണ്ണ് ഖനനവും കുന്നിടിച്ച് മണ്ണെടുക്കുന്നതും പഞ്ചായത്ത് ഭരണസമിതി നിരോധിച്ചിരുന്നു. ഈ നിരോധനം നിലനിൽക്കെ CPM ഭരണ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി മണലി ചെറുകുന്നിലെ നിയമവിരുദ്ധമായ മണ്ണെടുപ്പിന് ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് എന്നിവ നൽകിയിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സായാഹ്ന ധർണ സംഘടിപ്പിക്കുവാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്.
പാവർട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവർട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പൂച്ചക്കുന്ന് സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് കീഴിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രേമാനന്ദകൃഷ്ണൻ, പാവർട്ടി സബ് ഇൻസ്പെക്ടർ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് പിടികൂടിയ ചരസിന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. മേഖലയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണ്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളായി സന്ദീപിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. വരും ദിവസങ്ങളിലും പാവർട്ടി സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് സബ് ഇൻസ്പെക്ടർ യു മഹേഷ് അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് കൌൺസിൽ യോഗം അനുമതി നൽകി. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഹെലിപാഡിന് കൌൺസിൽ അനുമതി നൽകിയത്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ഹെലിപാഡ് പോലെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് ബിജെപി കൌൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. കാനയ്ക്ക് സ്ലാബ് ഇടണമെന്ന് 3 മാസമായി ആവശ്യപ്പെട്ടിട്ടും നടന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് ബസ്സുകൾ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൌകര്യമൊരുക്കുന്നതെന്ന് അവർ ചോദിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളോടെയായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭാ ബസ് സ്റ്റാൻഡ് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് 5 കോടി രൂപ കേന്ദ്ര സർക്കാർ സഹായം ലഭിച്ചതായി ചെയർമാൻ കൃഷ്ണദാസ് അറിയിച്ചു. തുടർന്നും സഹായം ലഭിക്കുന്നതിനായി നഗരകാര്യ സമിതിയെ സമീപിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതിന് രാഷ്ട്രീയത്തിനതീതമായി പ്രയത്നിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. 43 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 11 തുടങ്ങിയ യോഗം വൈകിട്ട് 6 അവസാനിച്ചത്. യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മാർച്ച് 10 ആനയോട്ടത്തോടെ കൊടികയറി 19 ആറാട്ടോടെ കൊടിയിറങ്ങുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാട്ടുകാരെ ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായും ദേവസ്വം ഉദ്യോഗസ്ഥർ കൺവീനർമാരുമായി 7 സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. ഓരോ സബ് കമ്മിറ്റിയിലും 10 ദേവസ്വം ഉദ്യോഗസ്ഥരും 5 ഭക്തരുമടക്കം 15 അംഗങ്ങൾ ഉണ്ടാകും. സ്റ്റേജ് പ്രോഗ്രാം, വാദ്യം, പബ്ലിക് റിലേഷൻസ്, ആനയോട്ടം, പ്രസാദോട്ട്, പള്ളിവേട്ട, വൈദ്യുതാലങ്കാരം എന്നിവയാണ് സബ് കമ്മിറ്റികൾ. ഇതിനായി ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ പൊതുയോഗത്തിൽ പതിവിൽ കവിഞ്ഞുള്ള ഭക്തജന പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉത്സവ പകർച്ചയ്ക്ക് പകരം കിറ്റുകളാണ് നൽകുന്നത് എന്ന വ്യാജ പ്രചരണം നടക്കുന്നതായി ചെയർമാൻ പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാണിയാമ്പാൽ അംബേദ്കർ വികസന പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എ സി മൊയ്തീൻ MLA നിർവഹിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വീടുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള 33 പേരുടെയാണ് പറഞ്ഞത്. അതിനാവശ്യമായ സംഖ്യ നീക്കിവെക്കണമെന്ന് നാട്ടുകാരെ തീരുമാനിച്ചത്. റോഡ് ടാറിംഗ് വേണം എന്ന് തീരുമാനിച്ചിരുന്നു. അതിനുള്ള പണം നീക്കി വെച്ചിരുന്നത്. കുഴൽക്കിണർ വേണം, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. കുഴൽക്കിണർ വേണം എന്ന് അതിൻ്റെ പൈസ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പുതുശ്ശേരി കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ അടിസ്ഥാന സൗകര്യ റോഡുകൾ പദ്ധതി. 1 കോടി രൂപ അടങ്കലിൽ പ്രദേശത്തെ പട്ടികജാതി നഗറിന്റെ സമഗ്ര വികസനത്തിനായാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഭവന പുനരുദ്ധാരണം, റോഡ് റീടാറിംഗ്, കുടിവെള്ള പദ്ധതി, കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം, തെരുവ് വിളക്കുകൾ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, പി കെ ഷബീർ, വാർഡ് കൌൺസിലർ വി കെ സുനിൽകുമാർ, പട്ടികജാതി വികസന ഓഫീസർ MN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആസ്ഥാനമായ AB അസോസിയേറ്റ്സ് എന്ന സ്ഥാപനമാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. പദ്ധതി സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർവഹിക്കുക. കാണിപ്പയ്യൂർ മനയിൽ നിന്ന് പഴയകാലത്ത് നായാടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് താമസിക്കാൻ നൽകിയ സ്ഥലമാണ് ഇപ്പോഴത്തെ അംബേദ്കർ നഗർ.
നിലവിൽ ഇതര വിഭാഗക്കാരുൾപ്പെടെ താമസിച്ചുവരുന്ന ഈ പ്രദേശത്തിന്റെ പൊതുവായുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാകും പദ്ധതി. 49 പട്ടികജാതി വിഭാഗക്കാർ ഉൾപ്പെടെ 56 വീടുകളാണ് ഇവിടെയുള്ളത്. AC മൊയ്തീൻ MLA ശുപാർശ ചെയ്ത 2023-24 അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഇടം പിടിച്ച കാണിയാമ്പാൽ അംബേദ്കർ നഗറിന്റെ നവീകരണം ഈ വർഷം പൂർത്തീകരിക്കും. ഫെബ്രുവരി 18-19 തീയതികളിൽ ഗുരുവായൂരിൽ നടത്തുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഉപസമിതി കൺവീനർമാരുടെ യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. MLA NK അക്ബർ, മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബാലഗോപാൽ, ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഉപസമിതികൾ ചർച്ച ചെയ്ത റിപ്പോർട്ടുകൾ കൺവീനർമാർ അവതരിപ്പിച്ചു. ഫെബ്രുവരി 17, 18, 19 തീയതികളിലായി നടക്കുന്ന ചടങ്ങുകളിൽ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ 14,000-ഓളം പേർ പങ്കെടുക്കും. കലാസാംസ്കാരിക പരിപാടികൾ, കായികമേളകൾ, ഓപ്പൺ ക്വിസ്, ഫ്ലാഷ് മോബ് തുടങ്ങി വിവിധ പ്രചരണ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടത്തുന്നത്. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെയും മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണവും സംബന്ധിച്ച ഭൂവുടമകളുമായി ചർച്ച നടത്തി. ഗുരുവായൂർ നഗരസഭ സെക്യുലർ ഹാളിൽ നടത്തിയ യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള സ്ഥല ഉടമകളുടെ യോഗമാണ് ബുധനാഴ്ച ചേർന്നത്. 31 വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭാ പരിധിയിലെ സ്ഥല ഉടമകളുടെ യോഗം ചാവക്കാട് നഗരസഭാ ഹാളിൽ ചേരും. NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, പൊതുമരാമത്ത് റോഡ് എഞ്ചിനീയർ, ചാവക്കാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ, പൊതുമരാമത്ത് പാലം വിഭാഗത്തിലെയും റോഡ് വിഭാഗത്തിലെയും എഞ്ചിനീയർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, സ്ഥല ഉടമകൾ എന്നിവർ പങ്കെടുത്തു. വീതി കൂട്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് വിശദീകരിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഡെപ്യൂട്ടി തഹസിൽദാർ ശിവദാസനും മേൽപ്പാലം സംബന്ധിച്ച വിശദാംശങ്ങൾ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയും വിശദമാക്കി. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് വീതി കൂട്ടേണ്ടതിന്റെ ആവശ്യകതയും അനുദിനം വളരുന്ന ഗുരുവായൂർ നഗരത്തിൽ മമ്മിയൂർ ഫ്ളൈ ഓവറിന്റെ അത്യാവശ്യവും MLA യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സ്ഥലമുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്നും MLA വ്യക്തമാക്കി. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സർവേ നടപടി പൂർത്തീകരിച്ച ഇടങ്ങളിൽ കല്ലിടുന്നതിനും യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ 200-ലധികം പേർ പങ്കെടുത്തു. നവീകരിച്ച ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം സമർപ്പിച്ചു. പൂർണ്ണമായും ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടത്തിയത്. തെക്ക് വടക്ക് നടകളിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ചതും ഇതോടൊപ്പം സമർപ്പിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് P നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മാരാമത്ത് ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VB സാബു, EK നാരായണൻ ഉണ്ണി എന്നിവർ സന്നിഹിതരായി. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ കരാറുകാർക്ക് ദേവസ്വം ഉപഹാരം നൽകി. സമഗ്ര ശുചിത്വത്തിന് പ്രാധാന്യം നൽകി കമനീയം പദ്ധതിയുമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് വികസന സെമിനാർ. 2025-26 വാർഷിക പദ്ധതി ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. കരട് വികസന രേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ വികസന രേഖ അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി PM നരേന്ദ്രനാഥ്, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ വികസന സെമിനാറിൽ സംബന്ധിച്ചു.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരണീയം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ്, പ്രധാനാധ്യാപിക ബീന C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ TK മല്ലിക, PV ഷാജി, PC ജയകുമാർ, രാജി ഷാജൻ, MF ആൻസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വേലൂർ പഞ്ചായത്തിൽ 2025-26 വർഷത്തെ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ നടന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭയുടെ അധ്യക്ഷതയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനരേഖ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ OS വാസുദേവൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ CF ജോയ് പദ്ധതി രേഖ വിശദീകരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ ശുഭ അനിൽകുമാർ, വിമല നാരായണൻ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ പഞ്ചായത്തിൽ 9,10,97,204 രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. കാർഷിക മേഖലയ്ക്ക് 38,87,335 രൂപയും വനിതകൾക്കായി 12 ലക്ഷം രൂപ, ഭിന്നശേഷി വിഭാഗത്തിന് 27,50,000 രൂപയും, പാർപ്പിട മേഖലയ്ക്ക് 1,56,50,000 രൂപയും, വയോജനങ്ങൾക്കായി 9 ലക്ഷം രൂപയും, SSC വിഭാഗങ്ങൾക്കായി 71,76,654 രൂപയും, പശ്ചാത്തല മേഖലയ്ക്കായി 2,82,94,679 രൂപയുമാണ് വാർഷിക പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്വാഗതവും സെക്രട്ടറി TP സിന്ധു നന്ദിയും പറഞ്ഞു. ഫണ്ട് വിതരണത്തിൽ രാഷ്ട്രീയ വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ച് വേലൂർ പഞ്ചായത്തിലെ വികസന സെമിനാറിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഏകപക്ഷീയമായ രേഖയാണ് അവതരിപ്പിച്ചതെന്നും വിവിധ വാർഡുകളിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ CD സൈമൺ, PN അനിൽ മാസ്റ്റർ, ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവർ കുറ്റപ്പെടുത്തി. വാർഡിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ അറിയിക്കാനായിട്ട് ഒരു നോട്ടീസോ അവരെ അറിയിക്കണമെന്ന് പറയുകയോ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഞങ്ങളെ ചെയ്തില്ല. 15 ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ വാർഡിലേക്ക് എടുത്തപ്പോൾ 7.5 ലക്ഷം രൂപയാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ മെമ്പർമാർക്ക് തന്നത്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇരുത്തിക്കൊണ്ട് ഒരു വികസന സെമിനാർ, പഞ്ചായത്തിന്റെ CPMന്റെ ആളുകളെ, പഞ്ചായത്തിലെ DYFIക്കാരെ വിളിച്ച് പഞ്ചായത്തിന്റെ ധാർഷ്ട്യമാണ്. എന്ത് ചെയ്താലും നിങ്ങളാരും ഞങ്ങളോട് ചോദിക്കേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കടന്നു പൊക്കോളൂ എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യം. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ പോലും അവഗണിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. പ്രതിപക്ഷ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി പറഞ്ഞു. മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് വേലൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമായി നടപ്പിലാക്കുന്നതെന്നും ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനങ്ങൾ ഇല്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ വികസന സെമിനാറിൽ നിന്നും രാഷ്ട്രീയമായ പക്ഷപാതിത്വം എന്ന ദുരാരോപണം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടക്കുകയുണ്ടായി. 8 പ്രതിപക്ഷാംഗങ്ങളിൽ 5 പേർ മാത്രമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ടുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിലാണ് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ഡേറ്റ് സമയവും നിശ്ചയിച്ചു പോയിട്ടുള്ളത്. ഈ പ്രതിപക്ഷാംഗങ്ങളെ കൂടി മാത്രമല്ല, നമ്മൾ ഗ്രാമസഭകളിൽ വരുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ കൂടി അവരെ വിളിച്ച് കൂടുതൽ ഏതെങ്കിലും പദ്ധതിയെ സംബന്ധിച്ചു അതുപോലെ തന്നെ ഇത് തന്നെയല്ലേ എന്നുള്ള രീതിയിലുള്ള അന്വേഷണവും കൂടി നടത്തിയിട്ടാണ് നമ്മൾ പദ്ധതി രേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ ആവിഷ്കരിക്കുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ തള്ളിക്കളയുമെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്ത് ബഹുസ്വരതയും വൈവിധ്യങ്ങളും തുടരുന്നത് ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണെന്ന് ഡോക്ടർ അനിൽ ചേലമ്പ്ര.
CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടവല്ലൂർ നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മതപരമായും ഭാഷാപരമായും സാംസ്കാരികമായുമുള്ള വൈജാത്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും സമൂഹത്തിന് സാധിക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കുന്നംകുളം ഏരിയയിലെ പെരുമ്പിലാവിൽ സംഘടിപ്പിച്ച സെമിനാർ CPIM ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MN. മുരളീധരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CG. രഘുനാഥ്, KB. ജയൻ, പത്മം വേണുഗോപാൽ, ലോക്കൽ സെക്രട്ടറിമാരായ KE. സുധീർ, അജി കടവല്ലൂർ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI. രാജേന്ദ്രൻ, KA. മോഹനൻ എന്നിവർ സംസാരിച്ചു. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നാം ഇതുവരെയും ഈ രാജ്യത്ത് ജീവിച്ചത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള മതപരമായ വ്യത്യാസങ്ങളോ ഭാഷാപരമായ വ്യത്യാസങ്ങളോ സാംസ്കാരികമായ വ്യത്യാസങ്ങളോ ഒരു ജനതയായി ജീവിക്കുന്നതിന് നമുക്ക് തടസ്സമായി നിന്നിട്ടില്ല. പല മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യക്കാരായി ജീവിക്കാൻ നമുക്കറിയാം. ഒരുപക്ഷെ യൂറോപ്യന്മാർക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. യൂറോപ്പിലെ മിക്കവാറും രാഷ്ട്രങ്ങൾ നോക്കിയാൽ അവരൊക്കെ ഒരേ ഭാഷ സംസാരിക്കുന്നവർ, ഒരേ മതവിശ്വാസികൾ, അങ്ങനെയൊക്കെയാണ് മിക്കവാറും രാജ്യങ്ങൾ. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക കേരളവും മാധ്യമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ചാവക്കാട് സെമിനാർ സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KV. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV. അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. രശ്മിത രാമചന്ദ്രൻ, ദേശാഭിമാനി തൃശൂർ യൂണിറ്റ് അസിസ്റ്റന്റ് മാനേജർ ടേം പനക്കൽ എന്നിവർ വിഷയാവതരണം നടത്തി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, NK അക്ബർ MLA, AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ താമരയൂർ താഴ്ശ്ശേരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. പുലർച്ചെ 5-ന് നിർമാല്യം, തുടർന്ന് വാകച്ചാർത്ത്, ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, നവകാഭിഷേകം, പഞ്ചഗവ്യം തുടങ്ങിയവ നടന്നു. രാവിലെ 8-ന് വാദ്യാഘോഷങ്ങളുടെ ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, തുടർന്ന് അഭിഷേകവുമുണ്ടായി. 9-ന് ശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉച്ചതിരിഞ്ഞ് പഞ്ചവാദ്യം, മേളം, വൈകിട്ട് കനലാട്ടം എന്നിവയ്ക്ക് ശേഷം വിവിധ ഉത്സവ ആഘോഷങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തി. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഡബിൾ തായമ്പക അരങ്ങേറി. വെള്ളിയാഴ്ച പുലർച്ചെ 1-ന് ചെണ്ടമേളത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിക്കും. തുടർന്ന് വടക്കും വാതിൽക്കൽ ഗുരുതിക്ക് ശേഷം ഉത്സവാഘോഷത്തിന് കൊടിയിറങ്ങും. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. കുട്ടികളുടെ അധ്വാനത്തിൽ വിളയിച്ചെടുത്ത അരി ഉപയോഗിച്ച് വിദ്യാലയത്തിൽ സുഭിക്ഷമായ സദ്യയൊരുക്കും. പാഠമൊന്ന്, പാടത്തേക്ക് മണ്ണിലിറങ്ങാം, പൊന്നു വിളയിക്കാം, പാടത്തേക്കിറങ്ങാം, പൊന്നു വിളയിക്കാം, നാടിനെ നമുക്കൊരു നെല്ലറയാക്കാം എന്ന സന്ദേശത്തോടുകൂടിയാണ് സ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര, വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മ്യ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ജിഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ്, ADA സബീന, കൃഷി ഓഫീസർ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്ക് കൃഷിയുടെ രീതികൾ പഠിപ്പിക്കാൻ 4 മാസങ്ങൾക്ക് മുൻപാണ് കൌക്കാനപ്പെട്ടി പാടത്ത് വിത്ത് വിതയ്ക്കുകയും കടാമ്പുള്ളി പാടത്ത് ഞാറ് നടുകയും ചെയ്തത്. കൃഷിയുടെ ഓരോ ഘട്ടവും കുട്ടികൾക്ക് നിരീക്ഷിക്കാൻ അവസരം നൽകിയിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് ഉത്സവമാക്കിയാണ് കൊയ്ത്തുത്സവം നടത്തിയത്. കൃഷി കോർഡിനേറ്റർ മരിയ മഞ്ജു ടീച്ചറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പണിയ നൃത്തവും അവതരിപ്പിച്ചു. അരിഞ്ഞെടുത്ത കറ്റകൾ വിദ്യാർത്ഥികൾ തലയിലേറ്റി സ്കൂളിലെത്തിച്ച് കമല ടീച്ചറുടെ നേതൃത്വത്തിൽ മെതിക്കുന്നതിനെക്കുറിച്ചും ഉണക്കി അരിയാക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്തു. വിളവെടുപ്പ് കഴിഞ്ഞു കിട്ടിയ അരി ഉപയോഗിച്ച് കുട്ടികൾക്ക് സുഭിക്ഷമായ സദ്യ ഒരുക്കുമെന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. കോർഡിനേറ്റർ മരിയ മഞ്ജു നന്ദി പറഞ്ഞു. ചൊവ്വന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ശനിയാഴ്ച 20 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങൾ, കരിങ്കാളികൾ, കാള, തെയ്യം തുടങ്ങിയവ ക്ഷേത്രാങ്കണത്തിലെത്തും. ഞായറാഴ്ച പൂരദിവസം രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നവകാഭിഷേകം, പഞ്ചഗവ്യാഭിഷേകം എന്നിവയ്ക്ക് ശേഷം കല്ലഴി ഭഗവതിയെ സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി പകൽപൂരത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 1 മണിയോടെ 11 ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ പൂരങ്ങൾ എഴുന്നള്ളിക്കും. ദേശപ്രദക്ഷിണത്തിനു ശേഷം വൈകിട്ട് 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25 ആനകൾ അണിനിരക്കും. തുടർന്നുള്ള പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും. ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽ പറവെപ്പും ഉണ്ടാകും. രാത്രി പൂരം 1 മണിക്ക് എഴുന്നള്ളിക്കും. പുതുശ്ശേരി ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ കന്യകാമറിയത്തിന്റെയും സെബസ്തിനോസിന്റെയും അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:15 നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസുതേന്തിമാരെ വാഴിക്കൽ എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. ബുധനാഴ്ച രാവിലെ നവവൈദികനായ ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നു. വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ ഇടവക വികാരിയുടെ കാർമ്മികത്വത്തിൽ ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പവള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടായി. രാത്രി കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. നവവൈദികനായ ഫാദർ ആൽവിൻ പാട്ടിയേക്കൽ മുഖ്യകാർമ്മികനാകും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. ഇടവകാംഗം ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സഹകാർമ്മികനാകും. വൈകിട്ട് 5:30 ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7 മണിക്ക് തൃശൂർ കലാസദനൊരുക്കുന്ന ഗാനമേള അരങ്ങേറും. ഫെബ്രുവരി 1 രാവിലെ 6:30 ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയോടുകൂടി തിരുനാളിന് സമാപനമാകും. വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ PJ പ്രിൻസൺ, TD സിൽജോ, TJ ഫ്രാങ്കോ, ജനറൽ കൺവീനർ TJ സാബു എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. നെല്ലുവായി മുല്ലയ്ക്കൽ ഭരണിവേലയ്ക്ക് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി പ്രശാന്ത് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജകൾക്ക് ശേഷം നെല്ലുവായി മുരിങ്ങാത്തേരി ദേശ കമ്മിറ്റികളും ആഘോഷ കമ്മിറ്റികളും തട്ടക നിവാസികളും ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. വേലയോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാടും ആരംഭിച്ചു. ആറങ്ങോട്ടുകര ശിവൻ, പെരുമ്പളം ശരത്, പാർമേക്കാവ് ജയശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പകയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ PK ഹരികൃഷ്ണൻ നേതൃത്വം നൽകി. ഫെബ്രുവരി 4 മുല്ലയ്ക്കൽ ഭരണിവേല ആഘോഷിക്കുന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം സ്ഥാപനതല ഉദ്ഘാടനം നടന്നു. സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗത്തെ കണ്ടെത്താനായുള്ള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയായ അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന്റെ സ്ഥാപനതല ഉദ്ഘാടനം നഗരസഭാ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ കുഷ്ഠരോഗത്തെക്കുറിച്ചും ഭവന സന്ദർശന യജ്ഞത്തെക്കുറിച്ചും മുഖ്യപ്രഭാഷണം നടത്തി. ഫെബ്രുവരി 12 വരെ പരിശീലനം നേടിയ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കും. കുഷ്ഠരോഗ ലക്ഷണം ഉള്ളവരെ കണ്ടെത്തുമെന്നും ഭവന സന്ദർശനത്തിന്റെ ഡിവിഷൻ തല ഉദ്ഘാടനം അതാത് കൌൺസിലർമാർ നിർവഹിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് രുക്മണി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധി റിനീഷ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രി പബ്ലിക് ഹെൽത്ത് നഴ്സ് റാണി സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാനിഫ് നന്ദിയും പറഞ്ഞു. താലൂക്ക് ആശുപത്രി ജീവനക്കാർ, ഊരാളുങ്കൽ കമ്പനിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രിയിലെ നിർമ്മാണ തൊഴിലാളികളുടെ കുഷ്ഠരോഗ പരിശോധന നടത്തി. ലഘു ഉദ്യോഗ് ഭാരതി ഗുരുവായൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യവസായ സംഗമവും സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാലയും നടന്നു. ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഫ്രീഡം ഹാളിൽ നടന്ന ശില്പശാല NK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വേണുഗോപാൽ അധ്യക്ഷനായി. SS മേനോൻ സംരംഭകത്വ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. K രേഖ സംസ്ഥാന വ്യവസായ വകുപ്പ് ചാവക്കാട് താലൂക്ക് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസർ PG ജിനി, കനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കൃഷ്ണമോഹൻ തുടങ്ങിയവർ വിവിധ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. 50ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വിശദാംശങ്ങളിലേക്ക്.
ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളം നടുപ്പന്തി അംഗനവാടിയിലേക്ക് ഗാന്ധി ഛായാചിത്രം സമ്മാനിച്ചു. കുന്നംകുളം നഗരസഭാ കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യനും ലീല ഉണ്ണികൃഷ്ണനും ചേർന്ന് അംഗനവാടി ടീച്ചർക്ക് ചിത്രം കൈമാറി. ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ രാജേഷ് വി എം, ശോഭന എൽ, ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശശിധരൻ വയലത്തൂർ, മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ INTUC തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി യൂണിയൻ പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MM സലീം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് KK സുലൈമാൻ, ഭാരവാഹികളായ സജീവ് കെ ജോസ്, KK വിബീഷ്, PM നിസാർ, പൂൾ ലീഡർ ഷക്കീർ, കമ്മിറ്റി ഭാരവാഹികൾ, തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സെന്ററിൽ നടത്തിയ പരിപാടിയിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P പ്രവീൺകുമാർ, K രാമകൃഷ്ണൻ, PM അബ്ബാസ്, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, PA രാമകൃഷ്ണൻ, AM നാസർ തുടങ്ങിയവർ അനുസ്മരണം നടത്തി. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴഞ്ഞി വൺ വേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, ബിജു സി ജോബ്, സോണി സക്കറിയ, പഴഞ്ഞി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KA ജ്യോതിഷ്, തമ്പി മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി P പ്രവീൺകുമാർ, K ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കോലാടി, രേഖ ജയറാം, സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം INTUCയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സിജോ MP, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MG സുനിൽ, MB സുധീഷ്, CA സത്യൻ, CS ഷാജു, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അക്ബർ അലി സ്വാഗതവും യൂണിയൻ ലീഡർ OK വിജയൻ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിലെ ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച സദസ്സ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ TN മുരളി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, ശിവൻ പാലിയത്ത്, TK ഗോപാലകൃഷ്ണൻ, VS നവനീത് തുടങ്ങിയവർ സംസാരിച്ചു. DYFI ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സമ്മേളനം ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K പ്രജീഷ്, ദേവിക ദിലീപ്, വിശാൽ ഗോപാലകൃഷ്ണൻ, K അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം TO ജോയ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായ ജെൻസി ജെയ്സൺ, ഗ്ലോറി സജീവ്, ജോൺ കാക്കശ്ശേരി, CA തോമസ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താമരപ്പള്ളി MP സിദ്ധാർത്ഥൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഭരതൻ, ഏരിയ സെക്രട്ടറി ഷീജ രാജീവ്, മഹിളാ അസോസിയേഷൻ ചിറ്റാട്ടുകര മേഖലാ സെക്രട്ടറി തുളസി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസന്തം കോർണറിൽ നടത്തിയ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് KV യൂസഫലി അധ്യക്ഷനായി. UDF ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. UDF മുൻ കൺവീനർ K നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ TH റഹീം, ഷോബി ഫ്രാൻസിസ്, CK ബാലകൃഷ്ണൻ, KV ലാജുദ്ദീൻ, KK ഹിറോഷ്, ഷുക്കൂർ കോനാരത്ത്, AK മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ ഗാന്ധിയെ പരിചയപ്പെടുക എന്ന ശീർഷകത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകനും NCC ഓഫീസറുമായ PJ സ്റ്റൈജു ക്ലാസിന് നേതൃത്വം നൽകി. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ഗാന്ധി ചിത്രങ്ങൾ കാണിച്ച് ഗാന്ധിജിയുടെ സമരരീതികളെയും അഹിംസാ മാർഗങ്ങളെയും പഠിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റൈജു മാസ്റ്ററുടെ അവതരണം കുട്ടികൾക്ക് കൗതുകമായി. പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മോണിക്ക തോമസ് അഹിംസാ ദിന സന്ദേശം നൽകി. സെമിനാറിൽ അധ്യാപകരായ ഷിബി ആന്റണി, CA ജസ്മി, അനീറ്റ, റാണി എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം നടന്ന ക്വിസ് മത്സരത്തിൽ വിജയിച്ച ബദ്രീദനാഥിന് പ്രധാനാധ്യാപിക ഉപഹാരം നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും അഹിംസാ ദിന പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ സായികൃഷ്ണ, ആദിൽ, ഡാർവിൻ, നോബിൻ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള NGO അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണത്തിൽ NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു.
KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷാജു VA, ഷിബു PM, മുഹമ്മദ് നിസാർ, ബാബു P, മീര P, സുധീർ M, ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂളിൽ ഗാന്ധിജിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള ചിത്രങ്ങൾ കോർത്തിണക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. 150 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ജാലിയൻ വാലാബാഗ്, ദണ്ഡിയാത്ര, വട്ടമേശ സമ്മേളനം എന്നിവ മഹാത്മാവിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി. കേരളത്തിൽ ഗാന്ധിജി നടത്തിയ സന്ദർശന കാലത്തുള്ള ചിത്രങ്ങളും അപൂർവ കാഴ്ചയായി. പ്രധാന അധ്യാപകൻ G. ജോർജ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും ചരിത്രകാരനുമായ റാഫി നീലങ്കാവിൽ ഗാന്ധി അനുസ്മരണം നടത്തി. അധ്യാപകരായ ഫെമി വർഗീസ്, സരുൺ K. സൈമൺ, സിസി KT, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഗാന്ധി ഛായാചിത്രം നൽകി. ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാൻ ശശിധരൻ വൈലത്തൂർ SI ശശികുമാറിനെ കൈമാറി. ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ ജയരാജൻ VK, കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർപേഴ്സൺ രേണുക ടീച്ചർ, രാജേഷ് VM, ശോഭന L, പ്രസന്നൻ ഗുരുവായൂർ എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മ വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11-ന് കൂട്ടായ്മ മുഖ്യ രക്ഷാധികാരി PK ചെറിയാൻ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. മില്ലുംപടി രാജീവ് ഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചയ്ക്ക് 2:30-ന് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. മുതുവട്ടൂർ മഹല്ല് ഖത്തീബ് സുലൈമാൻ അസരി മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ ആദരിക്കും. ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യാതിഥിയാകും. ജീവകാരുണ്യ പദ്ധതിയായ സൗജന്യ സേവന പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും. മരണവീടുകളിൽ മൃതദേഹം സൂക്ഷിക്കാനുള്ള ഫ്രീസർ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വാട്ടർ ബെഡ്, വീൽചെയർ തുടങ്ങിയവ നൽകുന്നതാണ് സൗജന്യ സേവന പദ്ധതി. കൂട്ടായ്മ ഭാരവാഹികളായ തോമസ് ആളൂർ, റഫീഖ് കൊളംബോ, സജി ഉണ്ണീരി, അസ്കർ കൊളംബോ, AP കബീർ, K. നിസാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിയന്നൂർ പ്ലാക്കാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വർണ്ണാഭമായി. രാവിലെ നട തുറക്കലിന് ശേഷം ഗണപതി ഹോമം, എണ്ണാടൽ, മലർനിവേദ്യം, ഉഷപൂജ, വിശേഷാൽ പൂജകളും നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സനിൽ അരിയന്നൂരിന്റെ മേളപ്രമാണിത്വത്തിൽ ക്ഷേത്ര നടപ്പന്തലിൽ പാണ്ടിമേളം അരങ്ങേറി. ദേവസ്വം പൂരത്തിന് കൊമ്പൻ ഗുരുവായൂർ ശ്രീധരൻ തിടമ്പേറ്റി. വൈകിട്ട് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. 6 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 7:30 മുതൽ ശിങ്കാരിമേളം, തെയ്യം, കാവടി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ജിതിൻ കാണിയത്ത്, KR റനീഷ്, MP പ്രജിത്ത് എന്നിവർ നിറമാല മഹോത്സവത്തിന് നേതൃത്വം നൽകി. കിടപ്പ് രോഗികളും നിർധനരായ മാറാരോഗികൾക്കുമായവർക്ക് ആശ്വാസമായി അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിന്റെ വേറിട്ട മാതൃക. അക്കിക്കാവ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്കാണ് അധ്യാപകരും ജീവനക്കാരും സംയുക്തമായി കൈത്താങ്ങായത്. മാർ ഒസ്താത്തിയോസ് കോളേജിൽ നടന്ന ചടങ്ങിൽ സമാഹരിച്ച തുക പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസിൽ നിന്നും സാന്ത്വനം പാലിയേറ്റീവ് സെക്രട്ടറി രാജേഷ് P. രാഘവൻ ഏറ്റുവാങ്ങി. സാന്ത്വനം വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, ട്രഷറർ മോഡേൺ ബഷീർ, യൂണിറ്റ് അംഗം അബു പുത്തൻകുളം, അധ്യാപകരായ ബെഞ്ചമിൻ P. ഇട്ടൂപ്പ്, രവി KK, ശുഭപ്രിയ, ബെഫി ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. താളവിസ്മയവും വാനിൽ വർണ്ണവിസ്മയവും തീർത്ത് മണത്തല ടീം വർണ്ണമഴ ഒരുക്കിയ ചന്ദനക്കുടം നേർച്ചയുടെ സമാപന വിരുന്ന് ആസ്വാദകരുടെ മനം കവർന്നു. 10 വർഷമായി മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് സമാപനം കുറിച്ച് ടീം വർണ്ണമഴ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഫാൻസി വെടിക്കെട്ട് നടത്താറുണ്ട്. ഫാൻസി വെടിക്കെട്ടിനോടൊപ്പം വാദ്യമേളങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷം. പള്ളിപ്പുറം വൈശാഖ് മട്ടന്നൂരിന്റെ നേതൃത്വത്തിലുള്ള 51ഓളം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം വാദ്യപ്രേമികൾക്ക് അവിസ്മരണീയ അനുഭവമായി. ദഫ്മുട്ട്, അറബന എന്നിവയും ഒരുക്കിയിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ 100ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. ഭാരവാഹികളായ ഷുക്കൂർ ചാവക്കാട്, PK മോമു, MV അബ്ദു തിരുവത്ത്, ഷിഹാബ് ചീനാപ്പുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി.
വടക്കേക്കാട് കൗക്കാനപ്പെട്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ഫെബ്രുവരി 1 കൊടിയേറും. ഫെബ്രുവരി 10, 11 തീയതികളിലായാണ് തൈപ്പൂയ ആഘോഷം. ഫെബ്രുവരി 1 ശനിയാഴ്ച 6 മണിക്ക് ക്ഷേത്രമേൽശാന്തി മനോജ് ആലപ്പുഴയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ ഭക്തരുടെ സമർപ്പണത്തിൽ ചുറ്റുവിളക്ക് ഉണ്ടാകും. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 10 സുബ്രഹ്മണ്യസ്വാമിക്കും ഭഗവതിക്കും ഉത്സവവരവ് ഉണ്ടായിരിക്കും. തിറ, കരിങ്കാളിക്കൂട്ടം, കാവടി, നാദസ്വരം, തെയ്യം എന്നിവ ഉത്സവവരവിന് അകമ്പടിയാകും. 11 തൈപ്പൂയ ദിവസം ചിന്തുപാട്ട്, ശൂലധാരികൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഉത്സവവരവ് ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 ആഘോഷങ്ങളെയും ശൂലധാരികളെയും പൂത്താലത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രകോമരം അരിയും പൂവുമെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. പിള്ളക്കാവടി അഭിഷേകവും അന്നേ ദിവസം ഉണ്ടായിരിക്കും. ആലങ്കോട് സന്തോഷ് കുമാർ ആൻഡ് പാർട്ടി വാദ്യത്തിന് നേതൃത്വം നൽകും. മമ്പ്രമത്ത് സജിയുടെ സമർപ്പണത്തോടുകൂടി അന്നേ ദിവസം അന്നദാനവും ഉണ്ടായിരിക്കും. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് അശോകൻ, സെക്രട്ടറി മോഹനൻ മമ്പ്രമത്ത്, ട്രഷറർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ വേലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എ.കെ. ക്ലാര ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി എം.ടി. ജോസ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ എബി കൃഷ്ണൻകുട്ടി വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് എ.കെ. സുബ്രഹ്മണ്യൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ സി.പി. തോമസ് മാസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റ് സി.എൻ. ശ്രീധരക്കുറുപ്പ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ചാൾസ് പി. വർഗീസ്, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ എൻ.എൻ. തോമസ് മാസ്റ്റർ, കെ.എ. ശക്തിധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി ഏനാമാവ് നെഹ്റു പാർക്കിൽ കയാക്കിംഗ് ബോട്ടിംഗിന് തുടക്കം കുറിച്ചു. സഞ്ചാരികളായി നെഹ്റു പാർക്കിൽ ഉല്ലാസത്തിനായി എത്തുന്നവർക്കായാണ് ബോട്ടിംഗ്, കയാക്കിംഗ് എന്നിവയുടെ പുത്തനവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 15 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന സോളാർ ബോട്ടിൽ 1 മണിക്കൂർ സവാരിക്ക് 2500 രൂപയും കയാക്കിംഗ് അരമണിക്കൂറിന് 100 രൂപയും പെഡൽ ബോട്ട് അരമണിക്കൂർ സവാരിക്ക് 300 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഏനാമാവ് നെഹ്റു പാർക്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏനാമാവ് നെഹ്റു പാർക്കിൽ മുരളി പെരുന്നെല്ലി എം.എൽ.എ കയാക്കിംഗ് ബോട്ടിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല അന്യപ്രദേശങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് പാർക്കിലേക്ക് സഞ്ചാരികൾ വരുന്നുണ്ട്. ഒരു തവണ ഒരു പ്രശ്നമുണ്ടായി, ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പാർക്ക് അടച്ചിട്ട് വന്നു. ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പാർക്കാണ് നമ്മുടെ ഏനാമാവ് നെഹ്റു പാർക്ക്. ആ നെഹ്റു പാർക്കിൻ്റെ നെറുകയിൽ ഒരു പൊന്തുകൾ കൂടി ചാർജാണ് ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ്, തൃശൂർ DTPC സെക്രട്ടറി C വിജയരാജ് എന്നിവർ സംസാരിച്ചു. ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ നമ്മൾ സോളാർ ബോട്ട്, ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സോളാർ ബോട്ടിലാണ്, ഇപ്പോൾ സൗണ്ട് ഒരിക്കലും അറിയില്ല. പിന്നെ കയാക്കിംഗ് ഉണ്ട്, സ്റ്റാൻഡിങ് കയാക്കും ഉണ്ട്, ഇരുന്ന് പോകുന്ന കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളനുസരിച്ചിട്ട് മറ്റ് കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും എല്ലാം ഒന്ന് ആസ്വദിക്കാനുള്ള ഉദ്ദേശമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കർഷക ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും വന്യജീവി ആക്രമണം ശാസ്ത്രീയമായി തടയണമെന്നും ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CB രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PT സുരേന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം നമ്പീശൻ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ്, മുനിസിപ്പൽ കൌൺസിലർ മിനി മോൻസി, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PKV ജോസ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വാസുദേവൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ K വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ 124ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനാഘോഷവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ TL റീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഡോക്ടറേറ്റ് നേടിയ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്ററെയും മകൻ BN കൃഷ്ണചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ഉപഹാരം കൈമാറി.
കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ.എ. ബാലചന്ദ്രൻ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ.എഫ്. ജോസഫ്, ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക കൈക്കാരൻ സേവി പുലിക്കോട്ടിൽ, PTA പ്രസിഡന്റ് CJ ലിജോ, സ്കൂൾ കമ്മിറ്റി ചെയർമാൻ ജോസൺ കാക്കശ്ശേരി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോസ് കാക്കശ്ശേരി, സമരിറ്റൻ കോൺവെന്റ് ബദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റ്സി, പൂർവ്വ അധ്യാപക പ്രതിനിധി അച്ചാമ്മ ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി KJ ലിമാറോസ്, സ്കൂൾ ലീഡർ AS അനുരാഗ, പ്രീ പ്രൈമറി ലീഡർ ഭഗത് ആഗ്നേയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൌത്ത് യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം CV ഹാളിൽ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി CC ജെയിംസ് അനുശോചന പ്രമേയവും ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ട്രഷറർ PP ത്രേസ്യ, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, CD ലൂസി, ഡെന്നി ജോബ്, മേരി ഉതുപ്പ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സൌത്ത് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ TA പ്രേമരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുസ്തക ചർച്ചയിൽ പങ്കെടുത്തവർക്ക് രക്ഷാധികാരി TP ജോർജ് സമ്മാന വിതരണം നടത്തി. തെരഞ്ഞെടുപ്പിന് ജോബ്സൺ എബ്രഹാം ഭരണാധികാരിയായി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. യോഗത്തിന് ജോയിന്റ് സെക്രട്ടറി KO ഫ്രാൻസിസ് സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് OV മഞ്ജുള നന്ദിയും പറഞ്ഞു. പുന്നയൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അശ്വമേധം ക്യാമ്പ് നടത്തി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായുള്ള അശ്വമേധം ഭവന സന്ദർശന ക്യാമ്പയിൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ ഉദ്ഘാടനം ചെയ്തു. എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് K ജോസ്, ഇൻസ്പെക്ടർ KT ഹരിദാസ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KP സുനന്ദ എന്നിവർ സംസാരിച്ചു. MLSP പ്രിയ അശ്വമേധം പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി മുണ്ടത്തിക്കോട് കുട്ടികളുടെ നാടകവേദി അവതരിപ്പിച്ച സ്വർഗവീട് നാടകം കയ്യടി നേടി. പാതിരിക്കോട്ടുകാവ് ഭരണിവേലയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിലാണ് നാടകം അവതരിപ്പിച്ചത്. അഞ്ജു T രചനയും TS പത്മനാഭൻ ഏകോപനവും ഷാജി മാരാത്ത് സംവിധാനവും നിർവഹിച്ചു. ഷോൺ, ശിവാനന്ദ്, ശ്രിതു പർണ, ശ്രീറാം കാശിനാഥ്, ദേവിപ്രിയ, തീർത്ഥ, ആദിത്യൻ, അശ്വരാജ് എന്നിവർ കഥാപാത്രങ്ങളായി വേദിയിലെത്തി. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് റോഡിന്റെ ഇരുവശങ്ങളിലായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കണിക്കൊന്ന മരങ്ങൾ വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പാടത്തോട് ചേർന്ന് പരസ്യക്കമ്പനികൾ സ്ഥാപിക്കുന്ന കൂറ്റൻ ബോർഡുകൾക്ക് മറയാകുന്നു എന്ന് പറഞ്ഞാണ് തൊഴിലാളികൾ 3ഓളം വരുന്ന കണിക്കൊന്ന മരങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയത്. വെട്ടിമാറ്റിയ മരത്തിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ നാദം കലാവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി ആളുകളുടെ സഹകരണത്തോടെയാണ് കണിക്കൊന്ന തൈകൾ അടക്കമുള്ളവർ ഇവിടെ വെച്ചുപിടിപ്പിച്ചത്. എന്നാൽ പലപ്പോഴായി വിവിധ പരസ്യക്കമ്പനിയുടെ തൊഴിലാളികൾ ഇത്തരത്തിൽ മരങ്ങൾ പൂർണ്ണമായും മരത്തിന്റെ ചില്ലകളായും വെട്ടിമാറ്റുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിൽ മരത്തിന്റെ കൊമ്പുകൾ സ്വകാര്യ പരസ്യക്കമ്പനിയുടെ തൊഴിലാളികൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകൻ റഫീഖ് കടവല്ലൂർ കുന്നംകുളം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കണിക്കൊന്ന മരങ്ങൾ വെട്ടിമാറ്റിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂർ പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകുമെന്ന് റഫീഖ് പറഞ്ഞു. ദേശീയ പത്രദിനത്തോടനുബന്ധിച്ച് 6 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരായ രാജൻ എലവത്തൂർ, ജോസ് MV എന്നിവരെ കുന്നംകുളം ഓപ്പൺ ന്യൂസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. രാജൻ എലവത്തൂരിനെ മധുരരാജ സിനിമാ നിർമ്മാതാവ് നെൽസൺ നായിപ്പും MV ജോസിനെ ഓപ്പൺ ന്യൂസ് ചീഫ് എഡിറ്റർ ജയപ്രകാശ് ഇലവന്ത്രയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഓപ്പൺ ന്യൂസ് സബ് എഡിറ്റർ സിന്ധു സലി, റിപ്പോർട്ടർമാരായ പ്രദീപ് മാസ്റ്റർ, വിനോദ്, KJU കുന്നംകുളം മേഖലാ സെക്രട്ടറി KA വാസു മാസ്റ്റർ, മനസ്സ് ഫോട്ടോ ക്ലബ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈമൺ E ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ചെമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദഊട്ടുമുണ്ടായി. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ സുനിൽകുമാർ, വിജയൻ പരുത്തിവളപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൃശൂർ ജില്ലാ ആർച്ചറി അസോസിയേഷൻ നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പെരുമ്പിലാവ് അക്കിക്കാവ് സ്വദേശി VR റോഷനെ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് വൃക്ഷത്തൈ കൈമാറി. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസർമാരായ K സുനിൽകുമാർ, KC റാഫി, CK ആനന്ദ്, ഗോപകുമാർ, റിട്ടയേർഡ് ഹെൽത്ത് ഉദ്യോഗസ്ഥരായ KR തങ്കം, ലൗലി, റിട്ടയേർഡ് അധ്യാപിക സേതു പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റോഷൻ. പ്രകൃതി സംരക്ഷണം ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ സ്വാഗതവും കമ്മിറ്റി അംഗം VV റോയ്മോൻ നന്ദിയും പറഞ്ഞു. KM മാണി ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു. ആർത്താറ്റ് സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിൽ നടന്ന ദിനാചരണ ചടങ്ങിൽ കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സലിം ഇന്ത്യ ദിനാചരണ ഉദ്ഘാടനം ചെയ്തു. PS രാജൻ, CF റോബിൻ, VK സുമൻ, KB ബജീഷ്, NJ ജെയ്മോൻ, OA ജോണി, MV വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7590 രൂപ, പവന് 60720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 100 രൂപ. ചരമം ചാവക്കാട് ഒരുമനയൂർ വെള്ളരിക്കാട്ട് പരേതനായ രാഘവൻ ഭാര്യ നാരായണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഒരുമനയൂർ പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി. പ്രകാശൻ, പ്രസന്ന, ശ്രീദേവി, സുനിൽകുമാർ, സുരേഷ്, സുമ, അമ്പിളി എന്നിവർ മക്കളാണ്. ചാവക്കാട് മിനി സ്റ്റുഡിയോ ഉടമ പരേതനായ മനയിൽ ഗോപി മകൻ സുബിൻ നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പഴഞ്ഞി ചിറക്കൽ AKG നഗറിൽ കിളിനംപുറത്ത് വീട്ടിൽ ഭാസ്കരൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. രുക്മിണിയാണ് ഭാര്യ. നിതിൻ, നിഷിത എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പാവർട്ടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 420 ഗ്രാം ചരസുമായി യുവാവിനെ പാവർട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പൂച്ചക്കുന്ന് സ്വദേശി സന്ദീപ്. ഗുരുവായൂർ നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് മുകളിൽ ഹെലിപാഡ് പണിയുന്നതിനുള്ള കോർ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് കൌൺസിൽ യോഗം അനുമതി നൽകി. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഹെലിപാഡിന് കൌൺസിൽ അനുമതി നൽകിയത്. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. എനിക്ക് അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെയും മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണവും സംബന്ധിച്ച് ഭൂവുടമകളുമായി ചർച്ച നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ സെക്രട്ടറിയെ ഘരാവോ ചെയ്ത് ഭരണപക്ഷ അംഗങ്ങൾ. വിവിധ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. കുട്ടികൾ നടത്തിയ നെൽകൃഷിക്ക് 100 മേനി വിളവ്. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കുട്ടികളുടെ അധ്വാനത്തിൽ വിളയിച്ചെടുത്ത അരി ഉപയോഗിച്ച് വിദ്യാലയത്തിൽ സുഭിക്ഷമായ സദ്യയൊരുക്കാനുള്ള ഒരുക്കത്തിൽ സ്കൂൾ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.